കഴിഞ്ഞ മാസം ജൂലൈയിൽ 7-ാം തീയതി എൻ്റെ ഹസ്ബൻഡിന് UK വെച്ച് ഭയങ്കര ഒരു കാർഡിയാക് അറസ്റ്റ് ഉണ്ടായി. ഞാനന്ന് ഡ്യൂട്ടിയിലായിരുന്നു, എനിക്ക് നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു. അപ്പം എൻ്റെ ഹസ്ബൻഡ് എന്നെ വൈകുന്നേരം വിളിച്ചിട്ട് പറഞ്ഞു, ഇതേപോലെ എനിക്ക് നെഞ്ചുവേദന എടുക്കുന്നുണ്ട്, നെഞ്ചുവേദന വന്നിട്ട് താടിയലിലേക്ക് ആ വേദന ഇങ്ങനെ വരുന്നുണ്ട്, വന്നും പോയി നിൽക്കുകയാണ്. അപ്പം ഹസ്ബൻഡിന് BP ഉള്ളതാണ്, പക്ഷേ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത മനുഷ്യനാണ്. അപ്പം പെട്ടെന്ന് ഇപ്പോൾ ഇങ്ങനെ വേദന വന്നപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് പോരേന്ന് പറഞ്ഞു. പക്ഷേ അവിടെ ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാലും ഒരു 10-14 മണിക്കൂറോളം എടുക്കും ഒരു ഡോക്ടറിനെ കണ്ട് കാഷ്വാലിറ്റിയിലൊന്ന് കാണണമെങ്കിൽ. അപ്പം ഹസ്ബൻഡ് നേരത്തെ അങ്ങനെ വന്നിരുന്നത് കൊണ്ട് വരാൻ താല്പര്യമില്ലായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, കുഴപ്പമില്ല, ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഇവിടെ ഇരുന്ന്, കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞു എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വരണമെന്ന് പറഞ്ഞു. അതിനുശേഷം ഹസ്ബൻഡ് തൈലം, നമ്മുടെ ഉടമ്പടി തൈലം നെഞ്ചിൽ തൊട്ട് കുരിശ് വരച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. വേദന ഇങ്ങനെ വന്നും പോയി ഇരുന്നു. അപ്പോൾ മക്കൾ കാലും കൈയൊക്കെ തടയി കൊടുത്തു, അവരെല്ലാവരും കിടന്നുറങ്ങി. ഒരു 3 മണി രാത്രിയായപ്പോൾ ഹസ്ബൻഡ് ഭയങ്കര കലശലായിട്ടുള്ള നെഞ്ചുവേദന വന്നു. അപ്പം ആരും അടുത്തില്ല. അപ്പം പെട്ടെന്ന് ഹസ്ബൻഡ് കട്ടിലേൽ നിന്ന് എണീറ്റപ്പോൾ ഹസ്ബൻഡ് നെഞ്ചൊക്കെ ഇങ്ങനെ അങ്ങ് നെഞ്ചിൽ നിന്നുള്ള വേദന കയ്യിലേക്കും താടിയിലേക്കും വന്നു. ഹസ്ബൻഡ് ശരീരം വല്ലാതെ വന്നപ്പോൾ ഹസ്ബൻഡ് പെട്ടെന്ന് വന്നു മാതാവിൻ്റെ രൂപത്തിൻ്റെ മുമ്പിൽ വന്ന് തൈലമെടുത്ത് നെഞ്ചിൽ കുരിശ് വരച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. എന്നിട്ട് മാതാവിൻ്റെ മുമ്പിലെ സോഫയിൽ കിടന്നു. എന്നിട്ട് മാതാവിനോട് പറഞ്ഞു, കാത്തോളനെ മാതാവേ എന്ന് പറഞ്ഞിട്ട് ആ സോഫയിൽ കിടന്നു. പിറ്റേന്ന് അപ്പം രാത്രിയിലൊന്നും എന്നെ വിളിച്ചില്ല, ഞാൻ തിരക്കുമായിരുന്നുകൊണ്ട് ഞാൻ തിരിച്ചും വിളിച്ചില്ല. ഞാൻ വിചാരിച്ച് ഉറങ്ങുമായിരിക്കും, വിളിക്കേണ്ടെന്ന് കരുതി. പിറ്റേന്ന് രാവിലെ ഞാൻ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്ക് ഇന്നലെ രാത്രി ഭയങ്കര നെഞ്ചുവേദന വന്നു, പക്ഷേ ഞാൻ തൈലം എടുത്ത് നെഞ്ചിൽ തൊട്ട് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് മാതാവ് എന്നെ കാത്തു. പക്ഷേ എനിക്ക് വേദന വരുന്നുണ്ട്, ഇടയ്ക്ക് വന്നും പോയി നിൽക്കുന്നുണ്ട്, പക്ഷേ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞെങ്കിൽ രാവിലെ നമുക്ക് പോകാം ഹോസ്പിറ്റലിൽ. അപ്പോൾ എൻ്റെ 3ാമത്തെ നൈറ്റാണ്. അപ്പോൾ ഞാൻ ഭയങ്കര ക്ഷീണിച്ചാണ് വന്നത്. അപ്പോൾ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, വേണ്ട, നൈറ്റ് കഴിഞ്ഞ് വന്നതല്ലേ, നീ പോയി കിടന്ന് ഉറങ്ങിക്കോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ മക്കളും സ്കൂളിൽ പോയി, ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ വീട്ടിൽ, ഞാൻ കിടന്നുറങ്ങുവാണ്. അത് കഴിഞ്ഞ് വൈകുന്നേരം 4 മണിയായപ്പോൾ മക്കൾ സ്കൂളിൽ നിന്ന് വന്ന്. അപ്പം ഞങ്ങൾ ഒരു സെമി ഡിറ്റാച്ച്ഡ് ഹൗസാണ്. അപ്പം 3ാമത്തെ ഫ്ലോറിലാണ് താമസിക്കുന്നത്, ലിഫ്റ്റൊന്നുമില്ല, 3 നിലയുള്ള വീടാണ്. അപ്പം മെയിൻ ഡോറ് തുറക്കാൻ വേണ്ടി മക്കൾ വന്ന് കോൾ ബെല്ലടിച്ചു. അപ്പം ഞാൻ അറിയുന്നില്ല, ഉറങ്ങുവാണ്. അപ്പോൾ ഹസ്ബൻഡ് ചാവി എടുത്ത് താഴേക്ക് പോയി. അപ്പോൾ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വന്നപ്പോൾ ഹസ്ബൻഡ് ശരീരം കുഴഞ്ഞു വരുന്നു. അപ്പോൾ ഹസ്ബൻഡ് പറയുന്നത്, ഇങ്ങനെ ശരീരത്തിൽ നിന്ന് കാറ്റൊക്കെ ഇങ്ങനെ ഇറങ്ങിപ്പോയിട്ടങ്ങ് കാറ്റോ എന്തൊക്കെയോ അങ്ങ് ശരീരത്തിൽ നിന്ന് പോയിട്ട് കുഴഞ്ഞങ്ങ് സ്റ്റെപ്പയിലോട്ട് വീഴുക ഹസ്ബൻഡ്. അപ്പോൾ ഹസ്ബൻഡ് സ്റ്റെപ്പയിൽ അവിടെ ഇരുന്നിട്ട് നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിച്ചു, മാതാവേ കാത്തോളനെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി അവിടെ കുറച്ച് നേരം ഇരുന്നപ്പം മക്കൾ ഡോറിന് പുറത്താണ്, ഞാൻ റൂമിൽ കിടന്ന് ഉറങ്ങുകയാണ്. ആ ബിൽഡിങ്ങിൽ വേറെ ആരുമില്ല, എല്ലാവരും ജോലിക്ക് പോയേക്കുവാണ്. ഹസ്ബൻഡ് ഒറ്റയ്ക്ക് ആ സ്റ്റെപ്പിലിരിക്കുക. അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഇച്ചിരി കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് എണീറ്റു, പോയി ഡോറ് തുറന്നു കൊടുത്തു. അപ്പം